എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4, ലോക ക്യാൻസർ ദിനം. ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ദിവസമല്ല, സൂപ്പർ ഹീറോകളാകേണ്ട ദിവസമാണ്. നമ്മുടെ ശരീരം അത്ഭുതകരമായൊരു കോട്ട പോലെയാണെന്നൊന്ന് സങ്കല്പിച്ചേ. കോശങ്ങൾ, സെൽ എന്ന് വിളിക്കപ്പെടുന്ന കോടിക്കണക്കിന് കുഞ്ഞു കട്ടകൾ കൊണ്ടാണ് ഈ കോട്ടയായ നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി ഈ കട്ടകൾ, കോശങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിലാളികളാണ്. നമ്മുടെ കോട്ടയാകുന്ന ശരീരം ശക്തമായും ആരോഗ്യത്തോടെയും നിലനിൽക്കുവാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഈ കട്ടകളിൽ ചിലത് അല്പം കുസൃതി കാണിക്കും. അവ കോട്ടയിലെ നിയമങ്ങൾ പാലിക്കാതെ പാടില്ലാത്ത ഇടങ്ങളിൽ വളരുവാൻ തുടങ്ങും. അവ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുവാനും കൂടുതൽ സ്ഥലം കൈക്കലാക്കാനും ശ്രമിച്ചേക്കാം. ഈ അവസ്ഥയാണ് ക്യാൻസർ. നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങൾ ശരിയായ രീതിയിലല്ലാതെ വളർന്ന് നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷമായി തീരുന്ന അവസ്ഥയാണ് ക്യാൻസർ. പക്ഷെ ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നോ? നമ്മുടെ കോട്ടയാകുന്ന ശരീരത്തെ സംരക്ഷിക്കാനായി ചില ടീമുകൾ നമുക്കുണ്ട്. ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഇങ്ങനെ നിയമങ്ങൾ മറന്നുപോയി കുസൃതി കാട്ടി വളരുന്ന സെല്ലുകളെ മാന്ത്രികമായ മരുന്നുകളും ഉപകരണങ്ങളും കൊണ്ട് നേരെയാക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ശരീരമാകുന്ന കോട്ടയുടെ കാവൽക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശരീരത്തെ ആരോഗ്യപൂർണമായി കാത്തുരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള സൂപ്പർ പവർ വേണമെങ്കിൽ ആദ്യം നമ്മൾ സൂപ്പർ ഫുഡ് കഴിക്കണം. റെയിൻബോ ഭക്ഷണം ശീലമാക്കുക. നമ്മുടെ പ്ലേറ്റിൽ പലതരം നിറങ്ങളുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. ഉദാഹരണമായി ചുവന്ന ആപ്പിൾ, ഓറഞ്ച് നിറമുള്ള ക്യാരറ്റ്, പച്ച നിറമുള്ള ബ്രൊക്കോളി, മഞ്ഞ നിറത്തിലുള്ള ബെൽ പെപ്പർ. അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളുള്ള ഭക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ കരുത്തുകൾ നമുക്ക് തരാൻ സാധിക്കും. അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഓടിച്ചാടി കളിക്കണം. സൂപ്പർ ഹീറോകൾ ആരും വെറുതെ ഇരിക്കാറില്ല. അവർ ഓടുകയും ചാടുകയും നൃത്തം ചെയ്യുകയും പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും, നമ്മുടെ ശരീരത്തെ കരുത്തുറ്റതാക്കും. എല്ലാ ദിവസം കുറച്ചു നേരമെങ്കിലും ശരീരം അനങ്ങി കളിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഫോണിന്റെ മുമ്പിൽ നമ്മൾ മുഴുവൻ സമയവും കളയരുത്. പിന്നെ വേണ്ടതാണ് നല്ല ഉറക്കം. ഈ ഉറക്കം എന്നത് നമ്മുടെ റീചാർജിങ് സമയമാണ്. നമ്മുടെ ശരീരത്തിലെ കുഞ്ഞു കട്ടകൾ നമ്മുടെ കോട്ടയാവുന്ന ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന സമയമാണ് ഈ ഉറക്കം. അതുകൊണ്ട് നന്നായി ഉറങ്ങി, നന്നായി ഉണർന്ന്, നന്നായി ഭക്ഷണം കഴിച്ച്, നന്നായി ഊർജ്ജസ്വലതയോടെ കളിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ശുചിത്വം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകുക. ഭക്ഷണത്തിന് മുമ്പും ശേഷവും, അതുപോലെ തന്നെ ബാത്റൂമും ടോയ്ലറ്റും ഉപയോഗിച്ചതിന് ശേഷവും മുൻപും നമ്മൾ നന്നായി കൈകൾ സോപ്പിട്ട് കഴുകണം. എല്ലാ ദിവസവും കുളിക്കാനും മറക്കരുത്. രാവിലെയും രാത്രിയും പല്ല് തേക്കാൻ നമ്മൾ ആരും മറന്നു പോകരുത്. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരാണ്. അവരെ നമ്മൾ ഒരിക്കലും പേടിക്കരുത്. നമ്മുടെ ശരീരമാകുന്ന കോട്ടയിലെ ഓരോ കട്ടയും ശരിയാക്കാൻ ഈ ഡോക്ടർമാർക്ക് സാധിക്കും. അവരെ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട. അവർ നമ്മുടെ ടീമിലെ ഒരു അംഗങ്ങളാണ്. നമ്മുടെ സ്നേഹിതന്മാർക്ക് ആർക്കെങ്കിലും ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പരിഗണിക്കുകയും അതുപോലെ തന്നെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയോ ഗെറ്റ് വെൽ സൂൺ കാർഡുകൾ നിർമ്മിക്കുകയോ ചെയ്ത് അവരെ കാണുക. അവരെ കാണുമ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടെ മാത്രം അവരെ സ്വീകരിക്കുക. ക്ഷമയോടെ അവരുടെ വിഷമങ്ങൾ കേട്ടിരിക്കുക. നമ്മൾ സ്വയം സംരക്ഷിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകം കൂടുതൽ മനോഹരമാകുന്നത്. അപ്പോൾ ക്യാൻസർ വരാണ്ട് നമ്മൾ സ്വയം സംരക്ഷിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സംരക്ഷിക്കണം. അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള ആരെയെങ്കിലും നിങ്ങൾ അറിയുമെങ്കിൽ അവരെയും സ്നേഹത്തോടെ കൂടെ ചേർത്ത് നിർത്തണം. എല്ലാവർക്കും ലോക ക്യാൻസർ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. നമ്മൾ ഒന്നിച്ച് ഏറ്റവും മികച്ച ആരോഗ്യ വീരന്മാരായി മാറി ഈ ലോകത്ത് നിന്ന് ക്യാൻസർ നമുക്ക് തുടച്ചു മാറ്റാം.